ഞാൻ പോവാ. എവിടുന്നപ്പോ സുന്ദരനായിട്ട് വരുന്നേ? സുന്ദരനായിക്കണ്ടേ? ഞാനേ കല്യാണത്തിന് പോയി വരേന്ന്. അപ്പൊ എന്നോട് പറയണേ. അല്ല എവിടെ കല്യാണം? കല്യാണം നമ്മളെ മൂത്താപ്പാന്റെ പെരന്റെ അടുത്തുണ്ടല്ലോ. എന്താണ് അവരെ പേരൊക്കെ മറന്നിക്കണ്. എന്നാലും പോയി വരികയാണ്. ഞാൻ പോയി വരികയാണ്. ഇച്ചി പറഞ്ഞ മാതിരി തന്നെ ഞാന് കല്യാണത്തിന് ഇങ്ങനെ ചോറ് കഴിക്കുമ്പോണ്ട് എല്ലാരും നോക്കി ചിരിക്കുന്നു. അവിടെ 2 പെണ്ണുങ്ങൾ ഇന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുക. കണ്ടിട്ടുണ്ട് സ്നേഹിക്കൂലേ? ഞാൻ ഇഷ്ടപ്പെട്ട് വരാനാണോ? അതൊന്നും അറിയില്ലല്ലേ. എന്താണ് ഞാൻ പെണ്ണുങ്ങളെ പേര് അവിടുത്തെ എന്താണ്ട് താത്താര തോന്നുന്നു. അപ്പൊ ഒരു നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇജ്ജ് പറഞ്ഞ മാതിരി എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഇപ്പൊ ഇന്നോട് പറയില്ലേ മുടിയായിട്ട് ഭംഗി വെച്ചിരിക്കണേ? അത് കണ്ടിട്ടാവൂലേ? ചെലപ്പോ അങ്ങനെ എന്തൊക്കെ പെറുക്കുണ്ട്. ഒരാള് പറയാളാ എന്താ ഇവിടെ വൈകി. ഒരാള് പറയാളോ എമ്മാതിരി തീറ്റയാണ് മിന്നാണ്ടിപ്പോ. അതാരാള്? ചങ്ങായി വെച്ച് പ്രായമുള്ള ഒരാളാണ്. സാധനട്ടാ എന്റെ മുഖത്തൊക്കെ അറിയാ. ഏടാ ആ ചെക്ക എമ്മാതിരി തീറ്റയാണ്. അപ്പൊ ഇതൊന്നും പറഞ്ഞില്ല? ഞാൻ മുണ്ടിട്ടില്ല. ഞാൻ കുറെ നോക്കി. അപ്പൊ ഒരു ചെങ്ങായി വരല്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് പഴയ കാലത്ത് തറവാടൊക്കെ മുടിഞ്ഞിരിക്കണു. തിന്നിട്ട് തറവാട് മുടിഞ്ഞിട്ടുള്ള ചരിത്രം തിന്നിട്ട് തറവാട് മുടിഞ്ഞിട്ടുണ്ടാവും. അത്രേ പണിക്കൊന്നും വായിട്ടെന്ന് പറഞ്ഞു ഒരാള്. പണിക്ക് വായിട്ടല്ല പണ്ടത്തെ. അല്ല അപ്പൊ കല്യാണത്തിന് ഉമ്മ വന്നിരുന്നില്ലേ? ഉമ്മ വന്നിട്ടില്ലല്ലോ. ഞാൻ മൂത്താപ്പാന്റെ അവിടെ ഉള്ളല്ലേ കല്യാണല്ലേ. ഉമ്മാന്റെ കാര്യം പറഞ്ഞപ്പോളേ മോനെ രസം. എന്താ നാളെ ഇടി വെട്ടിയില്ലേ? അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞു എടാ കുഞ്ഞാപ്പോ. ഞാന് പറഞ്ഞു ഇമ്മാനോട് ഇമ്മാ ഇടി വെട്ടുന്ന്. അപ്പൊ എടാ കുഞ്ഞാപ്പോ ഒരു ആണല്ലടാ ഒന്നെങ്കിലും ഒരു ചെറിയ ഇടി വെട്ടപ്പോഴാണ് അജി പേടിക്കണ്. ഇമ്മ കണ്ടില്ലേ? ഇമ്മ ഒരു പ്രായ ഇമ്മല്ലേ. ഇമ്മ ഞാൻ ഇടി വെട്ടിന് പേടിക്കണ്ടാവും വെച്ച് അമ്മ എന്നോട്. ശരിയാണ്. ഇടിക്കൊക്കെ പേടിക്കാൻ പാടുണ്ടോ? ഇടി വെട്ടിനെ വെച്ചു പോവില്ലടാ. അല്ല പുറത്തിറങ്ങി കണ്ടോ അവത്ത് പോയിരുന്നല്ലോ. അത് കേക്ക്. എന്നിട്ട് ഞാൻ തിരിഞ്ഞിട്ട് ഉമ്മാനായിട്ട് 2 വർത്താനം പറയുന്നത് തിരിഞ്ഞപ്പോ ഇടിയട്ടി. ഞാന് ഇമ്മാന്നിട്ട് ചെന്നിട്ട് ഇമ്മാനെ അവിടെ ഓടിയും കാണാനില്ല. ഇമ്മ ഞാൻ വെച്ചാൽ ഇമ്മ അവത്ത് പോയിട്ടുണ്ടാവും വെച്ചാൽ അവത്ത് പോയിട്ടും കാണാനില്ല. എന്നോട് പറയാൻ ബാവാ ഞാൻ അവിടൊക്കെ തന്നെ നോക്കിയും കാണാനില്ല. അപ്പണ്ട് ഇമ്മ കട്ടിൻ്റോട്ട് ഒളിച്ചിക്കണ്. പേടിയൊന്നും ഇല്ലാന്ന് ഇമ്മ വീമ്പളക്കിയതാണ് പേടില്ലാന്ന്. കുഞ്ഞാപ്പോ ഇങ്ങോട്ട് പോരടാ ഇടി വിട്ടുണ്ടടാ ഇങ്ങോട്ട് പോരടാ. കട്ടിൻ്റോട്ടേക്ക് പിടിച്ച് വലിക്കുക. പറയാൻ വരൂലായിരുന്നു. ഇമ്മല്ലേ വല്ല ധൈര്യ കത്തി പറഞ്ഞത്. അപ്പൊ ഉമ്മല്ല ഞാൻ പറഞ്ഞത് ചെറിയ ഇടി ഉണ്ടല്ലോ അതിന് പേടിക്കണ്ടാന്ന്. ഞാൻ വിചാരിച്ചിങ്ങനെ വലിയ ഇടി ഇട്ടു. അപ്പൊ ഉമ്മാന്റെ ധൈര്യം കണ്ടപ്പോ ഞാൻ തന്നെ അന്തം വിട്ട്. മിന്നൊക്കെ വരുമ്പോ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. ഇമ്മ പറഞ്ഞത് ശരിയാണ്. പിന്നെ വലിയ ഇടിയൊക്കെ വെട്ടിയ പേടിക്കാതിരിക്കോ? ഇമ്മനെ വീമ്പാളിക്കിട്ട് ഇമ്മത് കട്ടിൻ്റോട്ട് ഒളിച്ചിക്കുക. എന്നാ അപ്പൊ ഇന്ന് ഇമ്മ ഏതാ വളവത്തി. അപ്പൊ ഞാൻ ചെന്ന ഇമ്മ നിങ്ങൾ എന്നെന്താ വിളിക്കാത്തത്? ഞാൻ ഇടി വെട്ടിയപ്പോ അല്ലാ പേടിച്ച് കട്ടിൻ്റോട്ട് ഒളിച്ചതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇജ്ജ് അവിടെ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഇജ്ജ് എവിടെ പുറത്ത് കളിക്കായിരുന്നു. ഇമ്മ അത് കുഞ്ഞാപ്പോ കന്നെ വിളിക്കണം എന്നിങ്ങനെ തോന്നുക. ഉമ്മാന്റെ തൊള്ളേന്ന് പൊന്തിണില്ല ഒച്ച പൊന്തിണില്ല. അത് ശരി. അല്ല എന്നിട്ടിപ്പോ ഇമ്മ എന്താ കാട്ടണവിടെ? ഇമ്മ എന്താ കാട്ടണൊക്കെ അറിയാൻ കല്യാണത്തിന് പോയതല്ലേ. ഇമ്മ എന്നോട് പോകുമ്പോ തന്നെ പറഞ്ഞിരിക്കണേ കുഞ്ഞാപ്പോ ഒരു കവർ കൊണ്ടുപോയിക്കോണ്ട് അയച്ച് നാളെ കെടുത്താണ്ട് ആൾക്കാരൊന്നും കാണണ്ട. ഇച്ചി അത് നല്ല അരയില് വെച്ച് കൊണ്ടുപോയിക്കോണ്ട് ചോറുണ്ടെങ്കിൽ എടുത്തോന്ന്. അങ്ങനെ ഞാൻ മാനേ എനിക്ക് ചോറ് കഴിക്കില്ല. കഴിഞ്ഞിട്ട് ആ ചോറ് കാണുമ്പോ ആളുടെ ചോറ് തരാണ്. അപ്പൊ അയാളെ ഉണ്ടാതിരിക്കടാ ഇവിടെ തയ്യ നോക്കട്ടെ എന്നിട്ടല്ലേ ചോറുണ്ടെങ്കില് അവിടെ പോയിക്ക് എന്നോട് പറഞ്ഞേച്ചി തന്നില്ല. ചോറ് എല്ലാരും കൊടുത്തു അയാളെന്ന് ബാക്കി ഉണ്ടെങ്കിൽ തരാന്ന്. അങ്ങനെ എന്നോട് പറയാനും ഞാൻ ബാക്കി ഉണ്ടാവും വെച്ച് നിന്നു. അത് പെണ്ണുങ്ങളൊക്കെ കൊണ്ടുപോയി തന്നില്ല. അപ്പൊ ഒരു പെണ്ണേക്കളാ ഈ ചെക്കനല്ലേ അവിടെ തിന്നു. ഈ ചെക്കനക്ക് ഇനി എന്തിനാ വില കൊണ്ടുപോയി തിന്നാനാവോ? അപ്പത്തെ തിട്ട കണ്ടപ്പോ ഞങ്ങൾ അന്തം വിട്ടുക പറഞ്ഞു. പെണ്ണുങ്ങളൊക്കെ പാടും കൊണ്ടേക്ക് തന്നില്ലടാ. കറങ്ങോട് തന്നില്ലട്ടാ. ഉമ്മാക്ക് ലേശം കൊടുക്കാനില്ല. അത് ശരി. രാത്രി തിന്നാൻ വേണ്ടിട്ടായിരുന്നല്ലേ? ഉമ്മാക്ക് ഞാൻ കുറച്ച് കൊടുക്കൂട്ടാ. അതിന് കുറച്ച് കൊടുക്കും. ഉമ്മാക്ക് ബാക്കി തിന്നും.
അങ്ങനെയാണല്ലേ ആളാ പാവാ തള്ളല്ലടാ എനിക്ക് ഓരോന്ന് കൊടുന്നതില് അത് ശരിയാണല്ലേ. എന്നിട്ട് ജി ഒറ്റക്ക് തിന്നാനുള്ള പരിപാടി ഞാൻ എന്റെ ഉമ്മാനെ എന്റെ അടുത്ത് ഇരുത്തിട്ട് ഞാൻ തിന്നോളൂ. അങ്ങനെ ഞാൻ തിന്നൂല. ഉമ്മാക്ക് ഇനി കുറച്ച് കൊടുക്കണല്ലേ, അല്ലെങ്കിൽ കൊതി കൊടുൂലേ? അത് കൂടും. അല്ല സാധനം കിട്ടിയിട്ടില്ല ഞാൻ കൊടുക്ക അങ്ങനെ വിചാരിച്ചതാണ്, കിട്ടിയില്ല. അങ്ങനെ എന്നിട്ട് ആ പെണ്ണുങ്ങൾ തന്നീലടാ. ആ ചങ്ങായോട് ഞാൻ ചോദിച്ചു, എല്ലു കാക്ക നിങ്ങളല്ല പറഞ്ഞത് പണിപ്പ് കഴിഞ്ഞിട്ട് തരാന്ന്. അപ്പൊ ആ ചങ്ങായി എന്റെ ഒരു നോട്ടം എന്റെ മുഖത്ത് നോക്കി. എന്റെ മക്കൾക്ക് കൊണ്ടാൻ കിട്ടിയിട്ടില്ല, എന്നിട്ട് അനക്കാൻ തരേണ്ടത് പോടാന്ന് അറിഞ്ഞോളൂ. അയാൾക്ക് ബാക്കി അയാളെ വരെ കൊണ്ടാൻ കിട്ടില്ല. ചെലപ്പോ അങ്ങനെ ആവും. അതാവും എനിക്ക് തരാഞ്ഞൂലേ. ഇനിയിപ്പ എന്തിയാ, നാളെ മറ്റന്നാള് പെരുന്നാള് വരികയല്ലേ. പെരുന്നാളുണ്ടല്ലോ, എല്ലാരും മൂത്താപ്പാടക്ക് പോകുന്നു. പെരുന്നാൾക്ക് എല്ലാരും പോണ്ടാ. ഒരു പെരുന്നാക്ക് നമുക്ക് അമ്മായിന്റെ അടുക്ക് പോവാ, ഒരു പെരുന്നാക്ക് മൂത്താപ്പാടക്ക് പോവാ. ഡ്രസ്സൊക്കെ എടുത്തുക്കണ തുണി ഉപ്പായം ഞങ്ങൾ എടുത്തില്ല. അപ്പൊ പിന്നെ കല്യാണത്തിന് തന്നിട്ടുണ്ട്, അതൊക്കെ അത് മതി. പിന്നെ ഉമ്മാന്റെ കജ്ജില് കായ് കണ്ടേ. ശരിയാണ്. ഉമ്മാക്ക് അങ്ങനെ ഇപ്പൊ പഴയ മരിയില്ലേ വെച്ചാ പണിക്ക് പോകാനൊന്നും വെച്ചാട്ടാ. ഞാൻ പണിക്ക് പോവാച്ചിട്ടല്ലേ. പണിക്ക് പോയിക്കാതെ ഞാൻ പണിക്ക് പോവാച്ചിട്ടാ. ഞാൻ ആദ്യം വിചാരിച്ചു കല്യാണൊക്കെ ശരിയായ ദിവസം പണിക്ക് പോവാന്ന്. എല്ലാരും പണി, ഞാൻ പണിക്ക് പോവാത്ത കാരണമാണ് കല്യാണം. അതാണ് ശരിയാകത്ത്. എന്തായാലും പണിക്ക് പോയാല് കല്യാണം ശരിയാവൂലേ. എന്തായാലും പെരയില് പോയിക്കോ നീ. പോട്ടട്ടാ. പിന്നെ പോയിക്കോ. ആയിക്കോട്ടെ കുഞ്ഞാപ്പോ.